വേദിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച നമ്മുടെ സയൻറ്റിസ്റ്റ് അൻസാറിന് ആദ്യം നന്ദി രേഖപ്പെടുത്തി. ഞാൻ എൻ്റെ മകനെ അവനിപ്പോൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങളിൽ അവന് ഇതുപോലെ ഓരോ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ വീട്ടിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ അവർ നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു ബോധം, അതേപോലെ തന്നെ നാളെ വീട്ടിലാണെങ്കിലും റിമോട്ടുകൾ കയറുന്നു കഴിഞ്ഞാൽ അതുപോലെ മറ്റുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ അതിൽ നന്നാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അതിൽ കാണിച്ചതുകൊണ്ടാണ് എനിക്കതിൽ പിന്നെ ഒരു തുടക്കം കുറിച്ചിരുന്നത്. അതിലൊരു പിന്നെ കോട്ടകളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതിൽ അതിന് പിന്നെ ഒരു ഇലക്ട്രോണിക്സ് കൊണ്ടുവന്ന് നമ്മൾ എടുത്തുകൊണ്ട് കമ്പനിയിലെ ഒരു ഇതിലേക്ക് ഒരു കോഴ്സിൽ ഞാൻ അതിന് അഡ്മിഷൻ എടുത്തു. അങ്ങനെ അഡ്മിഷൻ്റെ ഭാഗം അവിടെ ഒരുപാട് പിന്നെ വർക്കുകൾ നമുക്ക് കൊടുക്കുകയുണ്ടായി ഈ ചെറു പ്രായത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ പിന്നെ അധ്യാപകർ പറയുന്നുണ്ടായിരുന്നു പിന്നെ 3ാം ക്ലാസ്സാണ് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ മാത്രമേ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുള്ളൂ എന്ന് പറയും. പക്ഷെ അവർ പറഞ്ഞു അവനെ ഞങ്ങൾ നോക്കട്ടെ, കുറച്ച് അവൻ്റെ കഴിവുകൾ എങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. അപ്പം ഏകദേശം അവിടെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെക്കാളും നല്ലൊരു പ്രകടനം അവൻ്റെ അടുത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ അവരെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ചേർക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർ കാണിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കി. അതായത് അവിടെ പഠിക്കുന്ന 3 മാസം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു പിന്നെ പ്രൊജക്റ്റ് എന്തെങ്കിലും ചെയ്യണം എന്ന് നമുക്ക് ഒരു വീട്ടിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്ന് അവർ ചെറിയൊരു ഇത് കൊടുത്തു. ആ സമയത്താണ് ഇവിടെ വയനാട് ദുരന്ത ആ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ അത് ആ ടി വിയിൽ കണ്ടിട്ട് അതിൽ നിന്നുള്ള അത് കണ്ടിട്ടും ഡെയിലി ഈ ന്യൂസ് കണ്ടിട്ടാണ് അവർക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ വൈഫും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുണ്ടാക്കാനും പിന്നെ അതുപോലെ അതിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കി മുറിച്ച് കൊടുക്കാനും ബാക്കിയുള്ള കംപ്ലീറ്റ് അവൻ്റെ ഐഡിയകളാണ്. അപ്പോൾ അത്രയും ഒരു ചെറിയൊരു സംഭവം അങ്ങിലൂടെ അതുണ്ടാക്കി ലോകത്തെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതാണ്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ സഹായിച്ചത് നമ്മുടെ അലിസാറാണ്. അലിസാറിന് ഇപ്പം ഈ ഒരു വേദിയിൽ വരെ എത്താനും ഇത്രയും ആളുകൾ, അതായത് ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു വ്യക്തികൾ, ഞാൻ ഈ വേദിയിൽ നിന്ന് എല്ലാവരും നേരിട്ട് പറഞ്ഞു. അവനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, അതായത് അവിടുത്തെ മക്കസ് പബ്ലിക് സ്കൂളിലെ HM, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സീനിയർ വക്കീൽ, അതുപോലത്തെ ഇവിടുത്തെ പിന്നെ മറ്റുള്ള അധികാരികൾ, ഇവിടെ ചേർന്ന് വന്ന എല്ലാവരും ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന അലിസാർക്കും ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നന്ദി അറിയിക്കുകയാണ്.